മറ്റൊരു വാർത്തയിലേക്കാണ്. മലപ്പുറം തിരൂരിൽ മിനി ലോറി വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ അപകടം. ചെമ്പിക്കൽ ആദവനാട് ഊരോത്ത് പള്ളിയാലി സ്പിന്നിൽ റോഡിന് സമീപം നിയന്ത്രണം വിട്ട ലോറി ആഴമേറിയ ക്വാറിയിൽ വെള്ളത്തിലേക്ക് പതിക്കുകയായിരുന്നു. ലോറിയിൽ ഉണ്ടായിരുന്ന ഒരാളെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്തെടുത്തു. രക്ഷപ്പെട്ടയാളെ ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിക്കുള്ളിൽ ഒരാൾ കൂടിയുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ക്രെയിൻ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തും. മലപ്പുറം തിരൂരിലാണ് മിനി ലോറി വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നത്. ചെമ്പിക്കൽ ആദവനാട് ഊരോത്ത് പള്ളിയാലി സ്പിന്നിൽ റോഡിന് സമീപമാണ് നിയന്ത്രണം വിട്ട ലോറി ആഴമേറിയ ക്വാറിയിലെ വെള്ളത്തിലേക്ക് പതിച്ചത്. ലോറിയിലുണ്ടായിരുന്ന ഒരാളെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇയാളെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ലോറിക്കുള്ളിൽ ഒരാൾ കൂടി ഉണ്ട് എന്നതാണ് സംശയം. ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ക്രെയിൻ എത്തിച്ച് രക്ഷാപ്രവർത്തനവും നടത്തുന്നുണ്ട്. അറുപത്തിയഞ്ച് അടിയോളം ആഴമുള്ള വെള്ളക്കെട്ടാണ് ഇത് എന്നതാണ് നാട്ടുകാരുടെ അടുത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 65 അടിയോളമാണ് ഈ ഒരു വെള്ളക്കെട്ടിൻ്റെ ആഴം എന്നത് ആണ് നാട്ടുകാർ പറയുന്നത്. ലോറി പൂർണ്ണമായും മുങ്ങിയ നിലയിലാണ് ഉള്ളത്. ഈ ലോറിക്കുള്ളിൽ ഒരാൾ കൂടി ഉണ്ട് എന്നതാണ്, കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും നിയന്ത്രണം വിട്ട മിനി ലോറിയാണ് ആഴമേറിയ ക്വാറിയിലെ വെള്ളത്തിലേക്ക് പതിച്ചത്. ഇതിന് 65 അടിയോളം ആഴമുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. മലപ്പുറം തിരൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരാളെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇയാളെ അടുത്തുള്ള ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ലോറിക്കുള്ളിൽ ഒരാൾ കൂടി കുടുങ്ങിയിട്ടുണ്ട് എന്നതാണ് സംശയം. ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ലോറി പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് മുങ്ങിയ നിലയിലാണ് ഉള്ളത്. ലോറി ഉയർത്താതെ ആളെ പുറത്തെടുക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതുവരെ ക്രെയിൻ എത്തിയിട്ടില്ല. ഏതായാലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ക്രെയിൻ അടക്കം എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇനി നടക്കുന്നത്. എന്നാൽ ക്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ഏതായാലും ഈ ഒരു ഒരാളെ കൂടി രക്ഷപ്പെടുത്താനുണ്ട്. ഒരാൾ കൂടി ഈ ഒരു ലോറിക്കകത്ത് കുടുങ്ങിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇയാൾക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. 65 അടിയോളം ആഴമുള്ള വെള്ളക്കെട്ടിലേക്കാണ് ഈ ഒരു മിനി ലോറി പതിച്ചത്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ലോറിക്കകത്ത് മറ്റൊരാൾ കൂടി ഉണ്ട്, കുടുങ്ങിക്കിടക്കുകയാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇയാളെ പുറത്തെത്തിക്കാൻ സമയം വൈകുന്നതും ഒരു പ്രതിസന്ധിയാകുന്ന ഒരു സാഹചര്യമാണ്. ക്രെയിൻ ഇതുവരെ എത്തിച്ചിട്ടില്ല. ക്രെയിൻ എത്തിച്ചതായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുക. ഈ ഒരു ക്രെയിൻ അടക്കം ഉപയോഗിച്ച് ലോറി ഉയർത്തി ആണ് ഇയാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ലോറി ഡ്രൈവറെയാണ് പുറത്തെത്തിച്ചത്. സഹായിയെ ആണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ലോറി ഡ്രൈവറെ പുറത്തെത്തിച്ച് അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇയാളുടെ സഹായി കൂടി ഇപ്പോൾ ലോറിക്കകത്തുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇയാൾക്കായി രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ക്രെയിൻ അടക്കം എത്തിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. എന്നാൽ ക്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തി ആയിരിക്കും ഇയാളെ പുറത്തെത്തിക്കാൻ സാധിക്കുക എന്നതാണ് ലഭിക്കുന്ന വിവരം. 65 അടിയോളം ആഴമുള്ള വെള്ളക്കെട്ടിലേക്കാണ് ഈ ഒരു ലോറി പതിച്ചത്. ലോറി പൂർണ്ണമായും ഈ ഒരു വെള്ളത്തിൽ മുങ്ങിയൊരു നിലയിലാണ്. അതുകൊണ്ട് തന്നെ ലോറി ഉയർത്താതെ ഈ ഒരാളെ ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ഈ ക്രെയിൻ അടക്കം എത്തിച്ചു വേണം രക്ഷാപ്രവർത്തനം നടത്താൻ. ക്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. അതിനുശേഷമായിരിക്കും ഒരു ലോറി ഉയർത്തി ഈ കുടുങ്ങിക്കിടക്കുന്ന ആളെ സാധിക്കുകയുള്ളൂ. 2 മണിക്കൂറാണ് അപകടം നടന്നിട്ട് ഇപ്പോൾ പിന്നിടുന്നത്. ഈ ഒരു വെള്ളക്കെട്ടിൽ ചെളിയും മാലിന്യങ്ങളും ഉള്ളതും ഈ ഒരു തെരച്ചിലിന് പ്രതിസന്ധിയാകുന്ന ഒരു സാഹചര്യമാണ്. ലോറി ഡ്രൈവറെയാണ് ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഇയാളുടെ സഹായി ഇപ്പോൾ ലോറിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഈ ഒരു വെള്ളക്കെട്ടിൽ 65 അടിയോളം ആഴമുള്ള വെള്ളക്കെട്ടാണ്. ഇതിൽ പൂർണ്ണമായും മുങ്ങിയ നിലയിലാണ് ലോറി ഉള്ളത്. 2 മണിക്കൂർ പിന്നിടുകയാണ് ഈ ഒരു അപകടം നടന്നിട്ട്. വെള്ളക്കെട്ടിൽ ചെളിയും മാലിന്യങ്ങളും ഉള്ളതും ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. മലപ്പുറം തിരൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 65 അടി താഴ്ചയുള്ള വെള്ളക്കെട്ടിലേക്കാണ് ഈ ഒരു മിനി ലോറി നിയന്ത്രണം വിട്ട് വെള്ളക്കെട്ടിലേക്ക് പതിച്ചത്. ഇതിൽ
ഡ്രൈവറെ രക്ഷപ്പെടുത്തി, എന്നാൽ സഹായിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇയാൾ ഈ ഒരു ലോറിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2 മണിക്കൂറാണ് പിന്നിടുന്നത് ഈ ഒരു അപകടം നടന്നിട്ട്. ഈ ഒരു വെള്ളക്കെട്ടിൽ ചെളിയും മാലിന്യങ്ങളും അടക്കമുണ്ട്. ഇത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. ഏതായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. മലപ്പുറം തിരൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സമയം വൈകുന്നതും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുകയാണ് ഈ ഒരു അപകടം നടന്നിട്ട്. ക്രെയിൻ എത്തിച്ചായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുക. എന്നാൽ ഇതുവരെ നിലവിൽ ക്രെയിൻ എത്തിയിട്ടില്ല. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയായിരിക്കും ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കുക. സഹായിയാണ് ഇപ്പോൾ ലോറിക്കകത്ത് അകപ്പെട്ടിരിക്കുന്നത്. ഇതിലെ ഡ്രൈവറെ എന്തായാലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ സഹായിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾ ലോറിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇയാളെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്.